താമരക്കണ്ണനുറങ്ങീണം കണ്ണും പൂട്ടിയുറങ്ങീണം താമരക്കണ്ണനുറങ്ങീണം കണ്ണും പൂട്ടിയുറങ്ങീണം അച്ഛനെപ്പോലെ പല്ലൊക്കെ മഞ്ഞ കളറായിട്ട് പേസ്റ്റ് വാങ്ങണമല്ലോ. ബ്രഷും പേസ്റ്റൊക്കെ വാങ്ങി തേച്ച് കൊടുക്കണമല്ലോ എൻ്റെ കുഞ്ഞിനെ. ഡാ മുത്തേ, എന്താ ഒരു പണിയുള്ളത്? രാവിലെ എഴുന്നേൽക്കുക, പുറത്ത് പോവുക, വരിക, ഉറങ്ങുക, കഴിക്കുക, അപ്പിടുക, അത് തന്നെ ഒരു പണി കുട്ടിക്ക്. വേറെ ഒരു പരിപാടിയില്ല കുമ്പന്. കുമ്പാ, അമ്പാൻ ഞങ്ങൾ വീട്ടിലത്തെ അമ്പാൻ ഉറങ്ങണമെന്നില്ല, കണ്ടില്ലേ വാല് ഉറക്കം നടിച്ച് കിടക്കല്ലേ അമ്പനെ. ഡാ അമ്പനെ കണ്ണുറക്കടാ അമ്പാൻ. ഡാ അമ്പാനെ, കുഞ്ഞമ്പാനെ. ഗൈസ്, ഇവനെ ഞങ്ങൾക്ക് കിട്ടിയത് റൊമാനിയുടെ കയ്യിൽ നിന്ന് കേട്ടോ. അന്ന് ആ സമയത്ത് റൊമാനി ഇങ്ങനെ അവരുടെ ഫാമിൽ ഇങ്ങനെ കുറേ പൂച്ചകളെ സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയി. ഇവനൊരു ബ്രദർ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ നമ്മൾ ഹസ്ബൻഡിന് 2 പൂച്ചകളെ വാങ്ങണമെന്നായിരുന്നു, ഇവനെയും അവൻ്റെ ബ്രദറിനെയും. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്കത് അറിയില്ലല്ലോ, നമ്മൾ ഫസ്റ്റ് ടൈമാണ് പെറ്റിനെയൊക്കെ വളർത്തുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കട്ടെ, നമുക്ക് നോക്കിയിട്ട് പിന്നെ വാങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവനെ വാങ്ങി ഒരു 1-2 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചു, എൻ്റെ ബ്രദറിനെയും കൂടെ ഒന്ന് വാങ്ങിയാലോ. ആ സമയത്ത് ഇവന് ഭയങ്കര ഗ്ലൂമി ആയിരുന്നു, അങ്ങനെ കളിയോ ചിരിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര ഡള്ളായിട്ടുള്ള ഒരാളായിരുന്നു, കളിക്കുകയില്ല, ഫുൾ സമയം ഉറക്കം അങ്ങനെയൊക്കെ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഇവനൊരു കൂട്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞങ്ങൾ അവിടെ അന്വേഷിച്ചപ്പോൾ അത് സെയിലായി പോയി പറഞ്ഞു. ഇപ്പോൾ പിന്നെ ആൾ ഭയങ്കര ആക്റ്റീവാണ്, കളിയാണ്, ചിരിയാണ്. കുട്ടികൾ വരണം സ്കൂളിൽ നിന്ന്, അപ്പോഴും എൻ്റെ കളി കാണാം. പലപ്പോഴും എനിക്കത് ഫോണിൽ പകർത്താനൊന്നും പറ്റാറില്ല, കാരണം ഞാനും അവൻ്റെ കൂടെ കളിയായിരിക്കും. ഒളിച്ച് കളി, പല കളികളുണ്ട്, ഓടിക്കളി. നല്ല കുഞ്ഞാണിത് ഞങ്ങളുടെ. ആകെ ഒരു സങ്കടവും മനപ്രയാസവും എന്ന് പറയുന്നത്, നാട്ടിൽ പോകുന്ന സമയത്ത് ഇവനെ ഒരു പെറ്റ് ഷോപ്പിലാക്കിയിട്ടാണ് പോവുക. പക്ഷേ കഴിഞ്ഞ വർഷം ഞങ്ങളാക്കി പോയി മനസ്സില്ല മനസ്സോടെ. കാരണം നമുക്ക് നാട്ടിൽ പോകുന്നുള്ളത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്, വെക്കേഷൻ വരുമ്പോൾ മാത്രമേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ആക്കിപ്പോയി. പക്ഷെ അവർ നന്നായിട്ടൊന്നും നോക്കിയൊന്നുമില്ല. നമ്മൾ കോമ്പ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ വന്നപ്പോഴേക്കാണ് ആകെ പറ്റ മെലിഞ്ഞ്. അവർ നമ്മൾ പറഞ്ഞ് ഫുഡൊക്കെ വാങ്ങി കൊടുത്തിട്ടൊക്കെയാണ് പോയത്. പക്ഷെ അവനൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല അന്ന്. അത് അവന് സങ്കടമായിട്ടുണ്ടാവും. ഒരു കൂട്ടിൻ്റെ ഉള്ളിലല്ല, അങ്ങനെ കൂട്ടിൻ്റെ ഉള്ളിൽ അടച്ചിട്ട് വളർത്തിയിട്ടൊന്നുമില്ല നമ്മളിതുവരെ. ഭയങ്കര ഞാൻ പോയിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ, എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞങ്ങളെല്ലാവരും കരഞ്ഞു കേട്ടോ. കാരണം ഇനി ഇങ്ങനെ അവനെ ഇവിടെ ആക്കിയിട്ട് പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയുക, ഇവനെ കൊണ്ടുപോകാന്നൊക്കെ തോന്നുന്നുണ്ട്. നമ്മൾ കാലിക്കറ്റ് എയർപോർട്ടിലേക്കാണ് പോവുക. അപ്പോൾ എറണാകുളം എയർപോർട്ടിലേക്ക് പെറ്റുകളൊക്കെ അലൗഡാണ്, ആ വഴി കൊണ്ടുപോകാന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അത്രത്തോളം ശരിയാണെന്നൊന്നും അറിയില്ല. എന്തായാലും ഇവനില്ലാതെ ഇനി നാട്ടിലേക്കൊരു പോക്ക്, ഇവനെ നാട്ടിൽ കൊണ്ടുപോകാം, പക്ഷേ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല, അങ്ങനെ ഒരു പ്രശ്നമാണ്. എന്താടാ എൻ്റെ ഇടയ്ക്ക് കിളി 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 കിളിയാക്കി ഞാനേ, കിളി 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 കിളി. ഞാൻ വീട്ടിൽ വരട്ടിട്ട് കൊടുക്കാറില്ല, പുറത്തിറങ്ങുമ്പോൾ ഇട്ട് കൊടുക്കും. കാരണം ഇവന് എവിടേക്കാണ് പോണത് എന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ സൗണ്ട് കേട്ട് നമുക്കിവിടെ ക്യാച്ച് ചെയ്യാൻ പറ്റും. പേരും കളി തുടങ്ങി. പിന്നെ അവിടെ വീണ് നോക്കോ, എന്നാടാ. ഓ